ഈ CBI അന്വേഷണം നടപടിക്രമം പോലും അറിയാൻ മേലാത്ത ചാനൽ ചർച്ച പലരും എനിക്ക് കേട്ടിട്ട് ചിരി വന്നു പോയി. എന്ത് ചെയ്യാൻ പറ്റും ഇവരൊക്കെ ഒന്നും. അപ്പോൾ ഇത് അട്ടിമറിച്ചതായിരിക്കും. അപ്പം അട്ടിമറിക്കണമെന്നുള്ളത് ഇങ്ങോട്ട് വിടും, അങ്ങോട്ട് വിടുക. അപ്പോൾ ഇത് അട്ടിമറിക്കാൻ വിട്ടതാ അല്ല പിന്നെ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് തടി തപ്പാനാ? പൂർത്തിയാക്കിയ കേസിൽ CBI അന്വേഷിക്കുകയില്ല, അതിൻ്റെ ഒരു ആവശ്യം ഇല്ല. സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആളുകളാണ് ഇത് പ്രതികൂട്ട് നിൽക്കുന്നത് ആരോപണ വിധേയരായിട്ട്. അതുകൊണ്ട് CBI അന്വേഷിച്ചാലേ അവർക്ക് നീതി കിട്ടൂ. സെക്കൻഡ് കൊണ്ട് CBIക്ക് കൈമാറി CBI ഇപ്പം അന്വേഷിക്കും, ഉടനെ ഇങ്ങ് വരും എന്നുള്ള മട്ടിൽ ഒരു തെറ്റിദ്ധാരണ നടത്തി. അത് ഉദ്യോഗസ്ഥന്മാർ അത് കാണിച്ചൊരു വൃത്തികേടാണ്. അതായത് ഇവരിവിടെ നിന്നും നേരെ പേഴ്സണൽ മന്ത്രാലയത്തിൽ അയക്കണം. ഇവരയച്ച് ഇവർ കൊച്ചി CBIക്ക് അയച്ചു. അപ്പം നമുക്ക് കുറേ നീട്ടാമല്ലോ. നമസ്കാരം, ഷൂട്ട് ആൻഡ് സൈറ്റിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി കോളേജിലെ CS സിദ്ധാർത്ഥ് എന്ന നെടുമങ്ങടുകാരനായ വിദ്യാർത്ഥിയെ SFIക്കാർ അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി. കൊലപ്പെടുത്തുക മാത്രമല്ല, ആ പീഡനം മറച്ചു വെച്ച് അവൻ്റെ കൊലയാളികളെ രക്ഷിക്കാൻ സർക്കാരും പോലീസും സന്നാഹങ്ങളും ഒരുക്കി. ഒടുവിൽ ജനഹിതം ദൈവഹിതം ലോകമറിഞ്ഞു. അത് ചർച്ചയാവതിരിക്കാൻ പൊടുന്നനെ CBIക്ക് വിട്ട് പിണറായി വിജയൻ കൈയൊഴിഞ്ഞു. CBIയെ കേസേൽപ്പിച്ചാൽ സിദ്ധാർത്ഥൻ്റെ ജീവന് പകരമാകുമോ? അത് അട്ടിമറിക്കാൻ പോലും നീക്കം നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് CBI അന്വേഷണം? എങ്ങനെയാണ് അത് അട്ടിമറിക്കുന്നത്? ഇതേക്കുറിച്ച് ഏറ്റവും വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. 3 പതിറ്റാണ്ടിലേറെയായി സിസ്റ്റർ അഭയയുടെ ജീവന് വേണ്ടി, ആത്മാവിന് വേണ്ടി നീതിയുടെ പോരാട്ടം നടത്തുന്ന ജോമോൻ പുത്തമ്പരയ്ക്കൽ. സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട അതേ ദിവസം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. നമസ്കാരം ജോമോനെ. ഈ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 32 വർഷം മാർച്ച് 27 ആ പോരാട്ടം ഒരു പരിധി വരെ വിജയിച്ചു. പക്ഷെ പ്രതികൾ മുഴുവൻ വിജയിച്ചു. പ്രതികൾ പ്രതികൾ എല്ലാത്തിലും കിട്ടും. അതാണ് നമ്മൾ അതിൻ്റെ പലർക്കും മനസ്സിലാക്കുന്നത്. കുറേ നാൾ ജയിലിൽ കിടന്നു കഴിയുമ്പോൾ ശിക്ഷിച്ചാൽ അപ്പീൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. എല്ലാ കേസിലും കിട്ടും. പൊന്മുടിയുടെ കാര്യത്തിലും നമ്മൾ പറഞ്ഞില്ലല്ലോ ഇപ്പം വരുന്നതിന് മുമ്പ്. അപ്പം അതിനകത്ത് ജാമ്യം അവരെ CBI കോടതി 1-ാം പ്രതി കോട്ടൂരിനെ ഇരട്ട ജീവപര്യന്തം, അപ്പം ചന്ദ്രശേഖരൻ്റെ ഇരട്ട ജീവപര്യന്തം ഹൈക്കോടതിയാണ് കൊടുത്തത്. ഇതിൽ വിചാരണ കോടതി തന്നെ, CBI കോടതി തന്നെ 2020 ഡിസംബർ 23 ഇരട്ട ജീവപര്യന്തം. ആ ജീവപര്യന്തം ശിക്ഷിച്ചെന്നാണ് നമ്മൾ ഇതുപോലെ നിന്ന് ഇവിടെ വന്ന് ചർച്ച ചെയ്തത്. 2-ാം പ്രതി സെഫിക്ക്, 3-ാം പ്രതി സെഫിക്ക് ജീവപര്യന്തം ശിക്ഷയും കൊടുത്തു. ആ ശിക്ഷ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവർക്ക് ജാമ്യമായി സ്റ്റേ ചെയ്തിട്ടില്ല. സ്റ്റേ ചെയ്തിട്ടുണ്ട്. സ്റ്റേ ചെയ്തുകൊണ്ടാണ് ജാമ്യം കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഹൈക്കോടതി ഇത് അന്തിമ വിധി പറഞ്ഞിട്ടില്ല. ഇല്ല, അത് ഒരു 8-10 വർഷം എടുക്കും സ്വാഭാവികമായിട്ടും. അപ്പം ആ ശിക്ഷ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം സാജന് തന്നെ അറിയാമല്ലോ, അന്ന് ആ വിചാരണ നടത്തിയപ്പോൾ എല്ലാ സാക്ഷികളും കൂറുമാറി, കിണർ മാത്രമേ കൂറുമാറാണെന്ന് മാധ്യമങ്ങൾ പറഞ്ഞു. അന്നും ഞാൻ പറഞ്ഞു നമുക്ക് കാണാമെന്ന് പറഞ്ഞു. പ്രതിക്ക് ശിക്ഷ കിട്ടിയോ? കിട്ടി. കേസ് നടത്തേണ്ട പോലെ നമ്മൾ നടത്തും. അതിൻ്റെ പിന്നാലെ എപ്പോഴും ജോമാനുണ്ട്. ഇപ്പോഴും ഉണ്ടാണല്ലോ. ഇപ്പം അപ്പീൽ സുപ്രീം കോടതിയിലെ അവർക്ക് ജാമ്യം കൊടുത്തതിന് CBI അപ്പീൽ സുപ്രീം കോടതി ഫയൽ ചെയ്യണ്ടാവും. ആ ഫയൽ വെച്ചോണ്ടിരുന്നതിന് ഇപ്പം ഞാൻ പ്രധാനമന്ത്രിക്കും പേഴ്സണൽ മന്ത്രാലയം സെക്രട്ടറിക്കും ഡയറക്ഷൻ കൊടുത്തിരിക്കുക അപ്പീൽ ഫയൽ ചെയ്യാൻ. അല്ല, അപ്പോൾ ഇനി പറ്റുമോ? വൈകിപ്പോയില്ലേ? വൈകിക്കാര്യമൊന്നുമില്ല. ഇപ്പം എപ്പോഴും ഫയൽ ചെയ്യാം. ഇപ്പോൾ 2G കരിമൊഴി ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള ഡൽഹി ഹൈക്കോടതിയിൽ ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പാണ് മുരിശ്ശേരിമാരൻ ഉൾപ്പെടെയുള്ള അവരെ പ്രതിയായിരുന്നത് രാജ ഉൾപ്പെടെ. ആ രാജ മറ്റേ ആൾ ഫോണിൻ്റെ ഇതിനടുത്ത് ഇപ്പോൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അവരെ കുറ്റമത്തിനാക്കിയിട്ട്. എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഇതിലാണ് പോയത്. CBIയുടെ കാര്യങ്ങളൊക്കെ പലതും അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ പുറകെ നിന്നാൽ കാര്യം നടക്കും. അപ്പോൾ അങ്ങനെ പുറകെ ഉണ്ട്. അതായത് ഇതിന് ഈ ഹൈക്കോടതിയുടെ സ്റ്റേക്കെതിരെ സുപ്രീം കോടതി അവർ ചെയ്യണം. ഇതുവരെ ചെയ്തിട്ടില്ല. സ്റ്റേയുടെ പ്രശ്നമല്ല, അവർക്ക് ജാമ്യം കൊടുത്തു എന്നുള്ളത്. ആ ജാമ്യം കൊടുത്തത് പരിധി വിട്ടാണ്. അത് നിയമപരമായി, അതായത് ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഇപ്പോൾ ഇതിനു മുമ്പുള്ള ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അപ്പീൽ ഫയൽ ചെയ്യുന്നു. അപ്പീൽ ഫയൽ ചെയ്യുന്ന സാജന് ഇന്നലെ അപ്പീൽ ഫയൽ ചെയ്തെങ്കിൽ ഇന്ന് ഞാൻ ഫയൽ ചെയ്തത് സാജൻ്റെ കേട്ടിട്ട് എൻ്റെ കേൾക്കാൻ പാടുള്ളൂ. അതിൽ പരിഗണിച്ചിട്ട് ആ മെറിറ്റിലാണ് കേൾക്കേണ്ടത്. ഒരു ദിവസം പോലും തെറ്റിക്കാൻ പാടില്ല. സുപ്രീം കോടതി ഹൈക്കോടതി വിധികളുണ്ട്. അതിൽ കേരള ഹൈക്കോടതി ചരിത്രത്തിലോ ഇന്ത്യയുടെ ചരിത്രത്തിലോ നടക്കാത്തൊരു സംഭവമുണ്ട്. ഈ കേസിൽ അപ്പീൽ പ്രതികളെ ശിക്ഷിച്ച CBI കോടതിയിൽ നിന്ന് ഒരു തുണ്ട് പേപ്പർ പോലും രേഖ വരുത്താതെയാണ് ഈ പ്രതിക്ക് ജാമ്യം കൊടുത്തത്. ഞാൻ ജഡ്ജിക്ക് വ്യക്തിപരമായിട്ടല്ല പറഞ്ഞത്.
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പല കേസുകളിലും നമ്മള് ജഡ്ജിയെക്കുറിച്ചുള്ള അല്ല ജഡ്ജി വ്യക്തിപരമല്ല, ആ ജഡ്ജി ചെയ്ത നിയമവിരുദ്ധമായ അല്ല ജോമനെ, അതിലെ കാര്യങ്ങൾ നമ്മൾ നിയമവിരുദ്ധമാണല്ലോ. അല്ല ജോമനെ പറയാം, എനിക്കത് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ജഡ്ജിയെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് അത് അപ്പീലിലാണ് നമ്മൾ പറയുന്നത്. ആയിക്കോട്ടെ. അപ്പൊ ആ ജോമന്റെ പുസ്തകം ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിരുന്നു. അതിനകത്ത് നമ്മൾ പക്ക പറയുന്നുണ്ടല്ലോ നന്നായിട്ട് ഈ ആ കാര്യങ്ങൾ. പുസ്തകത്തിന് പുതിയ എഡിഷൻ ഇറങ്ങി. ഇപ്പോൾ അപ്പം 5ാം പതിപ്പാണ് ഇപ്പോൾ ഇറങ്ങി. ഞാൻ ആ പുസ്തകം വായിച്ചു. ഞാൻ ഭയങ്കര ത്രില്ലടിച്ചാണ് വായിച്ചത്. ഇതിന് എന്നെ അത്ഭുതപ്പെടുത്തി. ഇതിനകത്ത് ജഡ്ജിമാരെയും ഒക്കെ പേരെടുത്ത് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അല്ല, പറഞ്ഞതെല്ലാം സത്യമായ കാര്യങ്ങളാണല്ലോ. സത്യം പറയുന്നതിന് എന്താ കുഴപ്പം? ഏത് കാര്യവും സത്യമായി നടന്ന സംഭവമാണ്. ഇപ്പോൾ ഒരു ജഡ്ജി ഒരു കേസിൻ്റെ ഓർഡറിൽ നിയമവിരുദ്ധമായ ഒരു ആ ജഡ്ജ്മെൻറ്റിൽ കടന്നുകൂടിയെങ്കിലും അപ്പീൽ കോടതി പറയാതെ നിയമവിരുദ്ധമാണ്, ഇല്ലീഗലാണ്. അല്ല കോടതിയിലല്ലേ പറയണ്ടത്, നമുക്ക് പുസ്തകത്തിൽ പറയാമോ? അത് പുസ്തകത്തിലും പറയുന്നത് തെറ്റില്ല. എന്നോട് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസായിട്ട് റിട്ടയർ ചെയ്തതും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായിട്ട് റിട്ടയർ ചെയ്ത ന്യായാധിപന്മാരല്ലേ പുസ്തകം വായിച്ചിട്ട് വളരെ അഭിനന്ദിച്ചിരുന്നു. അവർക്കൊക്കെ അത് കാര്യങ്ങൾ മനസ്സിലായി. അപ്പം എന്നോട് അതൊന്നും നമ്മൾ അവരുടെ പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഒരു 10 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസുമാർ എന്നെ വിളിച്ച് ഈ പുസ്തകം വായിച്ചിട്ട് അഭിനന്ദിച്ചിരുന്നു. 10ഓളം. അപ്പം അതിൽ കൂടുതൽ പറഞ്ഞു. അതുകൊണ്ടാണ് ആ പുസ്തകത്തിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജഡ്ജിമാരൊക്കെ ആയിട്ട് നല്ല അടുപ്പമാണ്? അതല്ല, അവർ ഈ രാജ്യത്ത് നീതി പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, എന്നെ നന്നായിട്ട് അറിയാവുന്നവരാണ്. ഞാൻ അങ്ങനെ ഒരു ശുപാർശയ്ക്കും അവർ സർവീസിൽ ചെയ്യുന്നപ്പോഴും ഞാൻ പോയിട്ടില്ല. അപ്പോൾ അവർ നല്ല ഇങ്ങനെയുള്ള ആളുകൾ, അവർക്കൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ജഡ്ജിയാകുമ്പോൾ റിട്ടയർ ചെയ്തിരിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു കമ്മീഷനിലൊക്കെ പോകേണ്ടവരും ആ ജോലി ഒഫീഷ്യലായിട്ട്. രാംകുമാർ ഇപ്പോഴും റിട്ടയർ ആയി? ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ റിട്ടയർ ആണ്? റിട്ടയർ ചെയ്തു. നേരത്തെ എന്താണ് അദ്ദേഹത്തിന് ഇത്രയും കലിപ്പ്? അല്ല, അദ്ദേഹം സുപ്രീം കോടതിയിൽ 2008 ഓഗസ്റ്റ് 22 വിധി പറയുന്നത്. അതിന് ഒരു മാസം മുമ്പ് സുപ്രീം കോടതിയിൽ ജഡ്ജിയായിട്ട് ശ്രീയക് ജോസ് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം ഉണ്ടെന്ന് സംശയിച്ചോ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അല്ല, ഇങ്ങനെ ഒരു വിധി ഇന്ത്യ ചരിത്രത്തിൽ 23 കാര്യങ്ങൾ വാദിയായി എന്നെ പ്രതിയാക്കി എൻ്റെ ഭാഗം കേൾക്കാതെ സുപ്രീം കോടതി റദ്ദ് ദൂരെ കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് സാറ്റിസ്ഫൈഡ് ചെയ്യുകയും ഞാൻ അതിനൊരു മറുപടി കൊടുത്തു. എൻ്റെ അഫിഡാവിറ്റ് വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ വി രാംകുമാർ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിൻ്റെ ജഡ്ജ്മെൻറ്റ് അവിശ്വസിക്കുകയും ചെയ്തു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ച്. അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ചർച്ചയ്ക്ക് മുമ്പ് സാജനോട് ഞാൻ പറഞ്ഞില്ല, കെജ്രിവാൾ അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അഴിമതി കേസിൽ കുടിക്കുമെങ്കിൽ കള്ളക്കേസാണെങ്കിൽ അദ്ദേഹം കോടതിയിലൂടെ ഫൈറ്റ് ചെയ്യണം. എന്നെ ചോദ്യം ചെയ്യേണ്ട, ED ചോദ്യം ചെയ്യേണ്ട, ഞാൻ ജയിലിലിരുന്ന് ഭരിക്കും, ഞാൻ സത്യസന്ധനാണെന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാമെങ്കിലും കാര്യമില്ല. അത് കോടതി കൂടെ പൂർവ്വം ഇത്രയും ഒരു വർഷം ഉണ്ടാഞ്ഞിട്ട് ഒരു ഉപമുഖ്യമന്ത്രി ഇട്ടപ്പോഴും ജാമ്യം മേടിച്ചു കൊടുക്കുന്നതിന് അദ്ദേഹം ഈ കേസിൽ നിരപരാധം തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഫൈറ്റ് ചെയ്യേണ്ടതാണ്. അദ്ദേഹം മണ്ടത്തരമാണ് കാണിച്ചത്. ഇപ്പോഴും ജയിലിലിരുന്നുകൊണ്ട് ഓർഡർ ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് ജയിലിലിരുന്നുകൊണ്ട് ഇറക്കുകയല്ല, നേരത്തെ തന്നെ പഴയ എഴുതി വെച്ചിട്ട് അതൊക്കെ അങ്ങനെയൊക്കെ പ്രാക്ടീസ് നടത്തേണ്ട കാര്യമുണ്ടോ? അതൊക്കെ അതിലൊന്നൊരു കാര്യമില്ല. നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഇന്നും ഡൽഹി ഹൈക്കോടതിയിൽ കേസുണ്ട്. നിയമപരമായി ചെയ്യണം. പിന്നെ അല്ല വിചിത്രമാണ്, ഒരു വർഷമായിട്ട് മനീഷ് സിസോദിയ ജയിലിലാണെന്നുള്ളത്. ഒരു പക്ഷേ ഈ ജയിലിൽ കിടക്കുന്നത് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കും, മൈലേജ് കിട്ടുമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കും. അതൊന്നുമല്ല, അതിൽ വേറെ രസം കിട്ടും. ഞാനിപ്പോഴാണ് ഇന്നാളെ ഏഷ്യാനെറ്റിൽ ന്യൂസ് അവർ ചർച്ചയിൽ ഞാനത് പറഞ്ഞതാണ്. അപ്പോൾ അതായത് ഇപ്പോൾ അടുത്ത ചീഫ് ജസ്റ്റിസ് ആകുന്ന സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജി തന്നെ അദ്ദേഹം തന്നെ ഈ കേസ് കേട്ടിട്ട്, ഈ ഡൽഹി മുൻ മുഖ്യമന്ത്രി കേസ് കേട്ടിട്ട് ഈ കേസ് കോടതിയിൽ EDയുടെ കേസ് കോടതിയിൽ വിചാരണ കോടതിയിൽ കേട്ടാൽ ആ നിമിഷം ചീട്ടുകൊട്ടാരം പോലെ ഒരു തെളിവില്ലെന്ന് ഇയാളെ വെറുതെ വിടേണ്ട വരും എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ജാമ്യം കൊടുക്കുന്നതാണ് ധരിച്ചത്. പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാർ ഇങ്ങനെയുള്ള കേസുകളിൽ തെളിവില്ലേലും അവരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത ജയിലിലിടണമെന്ന് നിയമം എഴുതി കൊണ്ടുവച്ചിരിക്കുക. ഇതൊക്കെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കേസിൽപ്പെടുത്താൻ വേണ്ടി ചെയ്തപ്പോൾ ഇവർ പാർലമെൻറ്റിൽ തെക്കൂടെ കിടന്നപ്പോൾ അനുഭവിക്കും പ്രതിപക്ഷം. ഇവർ ശക്തമായതിനെ നേരിടേണ്ടതല്ലേ, ആ നിയമം ചോദ്യം ചെയ്യേണ്ടതല്ലേ. അതായത് EDയുടെ കേസിൽ അങ്ങനെയാണ്, തെളിവൊന്നും വേണ്ട, തെളിവ് പിന്നെ മതി എന്നുള്ളതാണ്. നിരപരാധിയും പിടിച്ച് കുടുക്കി ഇടുക എന്നുള്ളതാണ്. അതാണിപ്പോൾ അവിടെ നടക്കുന്നത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കെജ്രിവാളൊക്കെ നമുക്ക് അതിൽ പെടുന്നത് അതുകൊണ്ടാണ്. അതാണ് പറ്റുന്നത്. നിങ്ങളുടെ ശത്രു സിറിയക് ജോസഫ് റിട്ടയർ ചെയ്തല്ലോ. അദ്ദേഹം എൻ്റെ ശത്രുവൊന്നുമില്ല. അദ്ദേഹം ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കും. ഇന്ന് അദ്ദേഹം ഇതാണ് അഭയ കൊല്ലപ്പെട്ട ദിവസവും ഇന്ന് അദ്ദേഹം 5 വർഷം തികച്ച് ഇന്ന് റിട്ടയർ ചെയ്തു. KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു, ഞാനും അത് ഷെയർ ചെയ്തിട്ടുണ്ട്.
അദ്ദേഹം കൊന്നുകൊല വിളിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി പോലും എൻ്റെ പുസ്തകത്തിലുണ്ട്. ശ്രീ ജോസഫ് വളരെ ബുദ്ധിമാനാണ്. അദ്ദേഹത്തെ എത്ര അപമാനം സഹിക്കേണ്ട വന്നാലും ഈ പറഞ്ഞ കാര്യത്തിന് കേസിന് പോയിട്ട് കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് പുള്ളി മൗനം കൊണ്ട് ഓട്ടയടയ്ക്കും. ഇഗ്നോർ ചെയ്യുന്നതാണ് ബുദ്ധി. ആളുകളാരും ചർച്ച ചെയ്യല്ലോ എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം CBI വിജ്ഞാപനം സംബന്ധിച്ച്. ഇന്നിപ്പം സിദ്ധാർത്ഥിൻ്റെ കേസിൽ വലിയൊരു അട്ടിമറി നടന്നിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, എന്താണ് CBIയുടെ കേസിൽ പ്രൊസീജിയർ? എന്താണ് ഇത് എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഇപ്പം പിണറായി വിജയൻ ഒരു തീരുമാനം എടുത്തു, പ്രഖ്യാപിച്ചു. ഇത് സാധനം ചോദിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ രേഖ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെ സത്യത്തെങ്കിൽ ഇവിടെ CBI അന്വേഷണത്തിന് വേണ്ടി ഓർഡർ ഇട്ടുകൊണ്ട് വിജ്ഞാപനം ഇറക്കിയെന്നാണ് പറയുന്നത്. ഇത് തന്നെ ഒരു ഉദാഹരണം 2012 വിജ്ഞാപനമാണ്. ഞാൻ വാദിയ ഒരു കേസിൻ്റെയാണ്. ആ വിജ്ഞാപനം കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ആ വിജ്ഞാപനം എന്ന് പറഞ്ഞാൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാനേ സംസ്ഥാന സർക്കാരിന് അവകാശമുള്ളൂ, കൊടുക്കാൻ അവകാശമില്ല. അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ. പേഴ്സണൽ മന്ത്രാലയമാണോ CBI അന്വേഷണം വേണോ? അതായത് സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുത്താൽ ഞങ്ങൾ ഇത് CBI അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, ശുപാർശയാണ്. ശുപാർശ. നമ്മളിപ്പോൾ ഒരു കത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് അന്വേഷിക്കണം എന്ന് എഴുതി കൊടുക്കല്, അല്ലെ ഒരു മന്ത്രി ബന്ധപ്പെട്ടോടത്ത് പരാതി കൊടുക്കുന്നു. അത് തന്നെ. അതുപോലെ ഒരു ശുപാർശ അങ്ങോട്ട് ചെയ്തു. ശുപാർശ കത്തെന്ന് പറയുന്ന പോലെ ഗസറ്റിൽ വിജ്ഞാപനം. ഇതാണ് സംസ്ഥാന പോലീസ് മേധാവി പ്രഭാമയോടൊപ്പം ഈ വിജ്ഞാപനത്തിനൊപ്പം പ്രഭാമ റിപ്പോർട്ടാണ്. ഇതാണ് ഇതാണ് പ്രൊഫോമ. അതായത് വിജ്ഞാപനത്തിനൊപ്പം പ്രഭാമ റിപ്പോർട്ട് അത് ഒന്നിച്ചയക്കുകയാണ്. അത് തന്നെ എനിക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി കൊടുക്കുന്നത് ഔദ്യോഗികമായി വിരാശമിച്ച് പറയുന്നത്. അതിനൊന്ന് വായിച്ചു നോക്കി, ആ മാർക്ക് ചെയ്ത് പോകാം. അതിനെ എങ്ങനെയാണ് പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ കേസ് സംബന്ധിച്ച വിശദാംശങ്ങൾ പെർഫോമർ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ലഭ്യമാക്കി ആയത് വിജ്ഞാപനത്തിനൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ പേഴ്സണൽ മന്ത്രാലയത്തിൽ കൈമാറുകയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ സിദ്ധാർത്ഥൻ്റെ ഇത് അന്ന് തന്നെ തിരുവനന്തപുരത്തോ എറണാകുളത്തും CBIയുടെ ഓഫീസിൽ അയച്ച CBIക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അതായത് പേഴ്സണൽ മന്ത്രാലയത്തിനാണ് അയക്കുന്നത്. അതായത് സർക്കാർ തീരുമാനം മന്ത്രിസഭ CBIക്ക് വിടാൻ തീരുമാനിച്ചപ്പോൾ, അല്ലെ മുഖ്യമന്ത്രിയാണല്ലോ തീരുമാനിച്ചപ്പോൾ ഈ ശുപാർശ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഗസറ്റ് വിജ്ഞാപനം. അല്ല, അത് മാത്രമല്ല, വിജ്ഞാപനവും പ്രൊഫോമ റിപ്പോർട്ടിൻ്റെ കൂടെ തന്നെ സംസ്ഥാന ആഭ്യന്തര മന്ത്രിയുടെ കത്ത് കൂടി ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കൂടി എൻ്റെ കേസിൽ തന്നെ ആഭ്യന്തര സെക്രട്ടറി അയച്ച കത്താണ്. പേഴ്സണൽ മന്ത്രാലയ ആഭ്യന്തര സെക്രട്ടറി ആ കൂടെ കോപ്പി ടു CBI ഡയറക്ടറെ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് അത് അവർക്ക് കൊടുക്കാം. ഒരു അറിവാണ്, അവരുടെ അറിവിലേക്കാണ് വിജ്ഞാപനം ഇറക്കേണ്ട കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം. അതായത് ഇവരിവിടെ നിന്നും നേരെ പേഴ്സണൽ മന്ത്രാലയത്തിൽ അയക്കണം. ഇവർ കൊച്ചി CBIക്ക് അയച്ചു. അപ്പം നമുക്ക് കുറേ നീട്ടാമല്ലോ, ഇലക്ഷനില്ലേ. അപ്പം പിന്നെ വിഷയം തീർന്നല്ലോ എന്ന് സാജൻ പറഞ്ഞ പോലെ തന്നെ ഇവരെ ഒന്ന് പറ്റിച്ചു എല്ലാവരും. ഇതെല്ലാം ഇന്നലെയൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടു. ഈ CBI അന്വേഷണം നടപടിക്രമം പോലും അറിയാൻ മേലാത്ത ചാനൽ ചർച്ച പലരും വന്നു. എനിക്ക് കേട്ടിട്ട് ചിരി വന്നുപോയി. എന്ത് ചെയ്യാൻ പറ്റും ഇവരൊക്കെ ഒന്നും. അപ്പോൾ ഇത് അട്ടിമറിച്ചതായിരിക്കും. അട്ടിമറിച്ചാൽ ഇപ്പോൾ ഇന്നുകൊണ്ട് നേരിട്ട് കൊണ്ട് കൊടുത്തുന്ന ഒരു DYSP ആഭ്യന്തര ഈ വിജ്ഞാപനവും പ്രൊഫോമ റിപ്പോർട്ടും നേരിട്ട് ഡൽഹി കൊടുത്ത് കൈമാറി എന്ന് പറയുന്നത്. അപ്പോൾ അവർ അത് പരിശോധിച്ചിട്ട് അടുത്ത നടപടി എന്താ? ഇപ്പോൾ പേഴ്സണൽ മന്ത്രാലയത്തിൽ അതിലൊരു സാധാരണ CBIയുടെ ഒരു നടപടിക്രമം ഉണ്ട്. ഇവരൊരു ആദ്യം പേഴ്സണൽ മന്ത്രാലയത്തിൽ കൊടുക്കുന്നു, മന്ത്രാലയ സെക്രട്ടറിക്ക് കൊടുക്കുന്നു. സെക്രട്ടറി CBIക്ക് കൊടുക്കുമോ? സെക്രട്ടറി അത് ഗവൺമെൻറ് അത് തീരുമാനിക്കും. ഈ കേസ് CBI അന്വേഷണം നടത്തേണ്ടതാണോ അതോ സ്റ്റേറ്റ് പോലീസ് അന്വേഷിച്ചാൽ മതി എന്ന് കേന്ദ്ര ഗവൺമെൻറ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിക്കും. ആഭ്യന്തരമല്ല, പേഴ്സണൽ മന്ത്രാലയം. പ്രധാനമന്ത്രി കീഴിലുള്ളതാണ് പേഴ്സണൽ മന്ത്രാലയം. ആഭ്യന്തര മന്ത്രാലയമായിട്ട് ഇതിന് ബന്ധമില്ല. തീരുമാനിക്കാൻ ടൈം എടുക്കൂലേ? അല്ല, ടൈം അധികമൊന്നും എടുക്കേണ്ട കാര്യമില്ല. എന്നാലും 1 മാസമൊക്കെ എടുക്കും. മിനിമം 1 മാസം എടുക്കും. ഇതിലൊരു പോയിന്റ് ഇവർ കാണിച്ചു വെക്കുന്നത്, എനിക്ക് ഇതുപോലൊരു ഇതുണ്ട്. ഇവർ ഇതുപോലെ അയച്ചപ്പോൾ ഈ സംസ്ഥാന പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ CBI അന്വേഷിക്കുകയില്ല. അതിൻ്റെ ആവശ്യം ഇല്ല. ഇതിൽ ആവശ്യം ഉണ്ടെങ്കിൽ അതെടുത്ത് കാട്ടണം. അപ്പം പോലീസ് പൂർത്തിയാക്കിയാൽ അവരന്വേഷിക്കുകയില്ല. ആ കാരണം പറഞ്ഞു. പക്ഷേ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആളുകളാണ് ഇത് പ്രതിക്കൂട്ട് നിൽക്കുന്നത്, ആരോപണ വിധേയരായിട്ടുണ്ട്. അതുകൊണ്ട് CBI അന്വേഷിച്ചാലേ അവർക്ക് നീതി കിട്ടൂ എന്നുള്ള പോയിൻ്റാണല്ലോ അവരുടെ ഈ കുട്ടിയുടെ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ തന്നെ പരാതിയിൽ അത് കാണിക്കുന്നുണ്ട്. അത് പരാതി അങ്ങനെയാണ്. അത് പരാതി ഉൾപ്പെടെ അതിനകത്ത് കാണിക്കും. നമ്മുടെ പരാതി ഉൾപ്പെടെ ഇതിൽ കാണിക്കും. പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് CBIക്ക് കൈമാറി CBI ഇപ്പോൾ അന്വേഷിക്കും, ഉടനെ ഇങ്ങ് വരും എന്നുള്ള മട്ടിൽ ഒരു തെറ്റിദ്ധാരണ നടത്തി. അത് ഉദ്യോഗസ്ഥന്മാർ അത് കാണിച്ചൊരു വൃത്തികേടാണ്. അല്ലെങ്കിൽ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു 7 വർഷത്തെ 2006 മുതൽ 2012 വരെ
ഉള്ള അച്യുതാനന്ദൻ ഗവൺമെൻറ് 5 വർഷത്തെയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 2.5 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്യുതാനന്ദൻ കഴിഞ്ഞ് എൻ്റെ ഈ വിജ്ഞാപനം തോന്നിയ പോലെ ചെയ്തപ്പോൾ ഞാൻ വിവരാവകാശം വെച്ച് 5 വർഷത്തെ അച്യുതാനന്ദൻ ഗവൺമെൻറ് CBI അന്വേഷണം ശുപാർശ ചെയ്തത് എത്ര എണ്ണോ ഏതൊക്കെ കേസാണ് അതെങ്ങോട്ടാണ് നിങ്ങൾ അയച്ചത് ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അത് മുഴുവൻ തിരുവനന്തപുരം CBI SP-ക്കാണ് അയച്ചു കൊടുക്കുന്നത്. അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കേസ് വഹിപ്പിക്കാൻ വേണ്ടി CBI SP-ക്ക് അയച്ചു. CBI SP ഞങ്ങൾക്ക് ഒരുപാട് കേസ് കേട്ട് അവിടെ ജോലിഭാരം കൂടുതലാണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല, തിരിച്ച് മറുപടി ചോദിക്കാൻ അവിടെ കൊണ്ട് ക്ലോസ് ചെയ്യും. അങ്ങനെ കേസുകളുണ്ട് ഒത്തിരി കേസ്. അപ്പോൾ SP എന്നെ ഉണ്ട്, ഞങ്ങൾക്കല്ല തരേണ്ടത്, പേഴ്സണൽ മന്ത്രാലയത്തിനാണെന്ന് പറയണ്ടേ, അവർ അത് പറയൂല. അങ്ങനെ അട്ടിമറിച്ച കേസുകളുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടി കാലത്തും 2.5 വർഷത്തെ അങ്ങനെ 7 വർഷത്തെ എടുത്ത് ഞാൻ ഫയലിൽ എൻ്റെ ഇരിപ്പുണ്ട്. ഒരുപാട് കേസുകൾ അങ്ങനെ തോന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് അപ്പോൾ അട്ടിമറിക്കണമെന്നുള്ളത് ഇങ്ങോട്ട് വിടും, അങ്ങോട്ട് വിടുക. അട്ടിമറിക്കാൻ വിട്ടതാ അല്ല, പിന്നെ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് തടി തപ്പാനാ. അപ്പോൾ അതിപ്പോൾ മുഖ്യമന്ത്രി അറിയണമെന്നില്ല, ഉദ്യോഗസ്ഥർ ചെയ്താൽ. മുഖ്യമന്ത്രി അറിയണമെങ്കിൽ ഇങ്ങനെയുള്ളത് CBI SP-ക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ മുഖ്യമന്ത്രി ഓഫീസിലുള്ളവർക്ക് അറിയാൻ മേലേ SP-ക്ക് അല്ല കൊടുക്കേണ്ടത്, കേന്ദ്ര മന്ത്രാലയത്തിന് വാർത്ത വന്നല്ലേ, ഓരോ ദിവസവും നമ്മൾ കണ്ടതല്ലേ. അന്നും ഞാനിത് ഈ CBIക്ക് കൈമാറി എന്ന് പറയുന്നത് നേരത്തെ CBI തിരുവനന്തപുരം യൂണിറ്റിന് ഇന്ന് തന്നെ ഒരു അവധി ദിവസമായിരുന്നു. സിദ്ധാർത്ഥൻ അച്ഛൻ വന്ന് മുഖ്യമന്ത്രി സെക്രട്ടറിയിൽ കണ്ടു. സെക്കൻഡ് സാറ്റർഡേ അന്നായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. ഓഫീസ് അന്ന് പ്രവർത്തിക്കാത്തതാണ്. അന്ന് തന്നെ കൈമാറി എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ വിജ്ഞാപനം ഇറക്കണം, പ്രഭവം റിപ്പോർട്ടൊക്കെ വേണ്ടേ, ഞാൻ അന്തം വിട്ടുപോയത്. അത് SP-ക്ക് കൊടുത്താൽ എങ്ങനെയാവും? അത് പറ്റത്തില്ലെന്ന് നമ്മൾ അറിയാവുന്നതാണ്. അതാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്? പേഴ്സണൽ മന്ത്രാലയം CBIക്ക് വിടും. CBI ഡയറക്ടറോടും അഭിപ്രായം ചോദിക്കും. അപ്പം ഡയറക്ടർ അന്നേരം ഏത് കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ SP-യോട്, ആ യൂണിറ്റിലെ SP-യോട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറയും. അങ്ങനെയും സംഭവിക്കും. അതുകൊണ്ടാണ് കോപ്പി ടു അവർക്ക് കാണിക്കുന്നത്. അത് കഴിഞ്ഞ വിജ്ഞാപനം ഉണ്ടാവും. അത് കഴിഞ്ഞ് അവർ വേണമെങ്കിൽ വിജ്ഞാപനം അന്വേഷിക്കുക തന്നെ അവർക്ക് കൊടുത്ത റെക്കോർഡ് വെച്ചുകൊണ്ട് ഈ സംസ്ഥാന പോലീസ് മേധാവിയും ഈ വിജ്ഞാപനവും പ്രൊഫോമ റിപ്പോർട്ടും FIR-ൻ്റെ കോപ്പി ഇതെല്ലാം കൂടെ വെച്ച് അയച്ചു കഴിയുമ്പോൾ കേസ് അവർക്ക് അന്വേഷിക്കേണ്ട കേസാണെന്ന് ബോധ്യപ്പെട്ടാൽ റിപ്പോർട്ട് ചോദിക്കേണ്ട. എന്തായാലും ഒരു 2 മാസത്തെ കാലതാമസം ഉണ്ടാവും. എത്ര സ്പീഡിൽ ഓടിയാലും ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ടവരും ഇപ്പം രാജീവ് ചന്ദ്രശേഖർ തന്നെ അന്വേഷിച്ചിട്ട് ഇത് കേന്ദ്ര സർക്കാരിന് കിട്ടിയില്ലെന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരം പാർലമെൻറ്റ് BJP സ്ഥാനാർത്ഥി. അപ്പോൾ അവർ CBIക്ക് വിടാൻ താല്പര്യം കാണിക്കുമല്ലോ ഗവൺമെൻറ്? ഇല്ല. കാണിക്കും. കാരണം ഇതിൽ ഇൻട്രസ്റ്റ് കേരളം ശ്രദ്ധിക്കുന്ന കേസായി. അതുകൊണ്ട് 1 മാസം കൊണ്ട് വിജ്ഞാപനം ഇറങ്ങി അന്വേഷണം ആരംഭിക്കാം. സാധിക്കിപ്പം പോയത്. ഓക്കെ. അപ്പോൾ എന്നിട്ട് അങ്ങനെ ആ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു പ്രശ്നം, ഈ ഒരു കാലയളവിൽ CBIക്ക് ഒരുപാട് തെളിവ് നശിപ്പിക്കാൻ പോലീസിന് അന്വേഷിക്കേണ്ട, അതെല്ലാം അങ്ങനെ കാണിച്ചു. ഇവരിപ്പോൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, കാരണം CBIക്ക് വിട്ടു. അല്ല, ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് കുറേ കാര്യം. അപ്പം ഇനി ഞങ്ങൾ അന്വേഷിക്കേണ്ട. എത്ര തെളിവ് നശിപ്പിച്ചാലും അധികം കാലഘട്ടം ആയില്ലല്ലോ, പെട്ടെന്ന് തന്നെ വന്നല്ലോ. സംസ്ഥാന സർക്കാർ ഇപ്പം ശുപാർശ ചെയ്ത് വിട്ടു. ഇപ്പം വന്ദനദാസിൻ്റെ അച്ഛനോട് ഞാൻ പറയും പലവണ്ണം മുഖ്യമന്ത്രി കണ്ട് നിവേദനം നേരിട്ട് കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തില്ല. ഇവിടെ മുഖ്യമന്ത്രി കണ്ടു കൊടുത്ത മുഖ്യമന്ത്രി അപ്പം തന്നെ ഇത് വിവാദമായപ്പോഴത്തേനും ശുപാർശ അപ്പം തന്നെ തരും. ഇത് നിമിഷ നേരം കൊണ്ട് CBIക്ക് വിട്ടുകൊണ്ട് ഇത് കുറ്റം പറയാനില്ല. ഈ വിജ്ഞാപനം കൊടുക്കേണ്ടത് കൊടുക്കാതെ പോയെന്നുള്ളതാണ്. എവിടെയെങ്കിലും തരികട കളിക്കാൻ ആളുകൾ വരുമല്ലോ, സ്വാഭാവികമാണല്ലോ. ഇപ്പം ഗവൺമെൻറ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഞാൻ കണ്ടു മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നവർ പോലും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞാനും സ്വാഗതം ചെയ്തിരുന്നു. അപ്പം പല ആളുകൾ ഇത് പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക്. അപ്പോൾ അന്നേരം ഞാൻ ആലോചിച്ചു, മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയും വിമർശനം കേൾക്കാതെയും നയപരമായി ചെയ്യാൻ അറിയാമല്ലോ. അതെ, അപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ടാണല്ലോ പുള്ളി മര്യാദ ആയത് എന്ന് ആളുകൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്നിട്ടും അട്ടിമറിക്കപ്പെട്ടു. അതാ എനിക്ക് വിട്ടു. 2 പേരെ സസ്പെൻഡ് ചെയ്തു. നന്നായി, കാരണം അവർക്കൊക്കെ ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ളവരല്ല. ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായി, പ്രൊസീജിയർ മനസ്സിലായി. CBIക്ക് വിട്ടുകൊണ്ട് നിങ്ങൾ പ്രയോജനമുണ്ടോ? അല്ല, CBIക്ക് വിട്ടതിൽ ഈ പറയുന്ന അവിടെ നടന്നിട്ടുള്ള ഈ സിദ്ധാർത്ഥനെ അതിക്രൂരമായ ഒരു സ്ത്രീ വിഷയവുമായി ഒരു കുട്ടിയുമായിട്ട്, ഒരു ലേഡിയുമായിട്ടുള്ള ബന്ധപ്പെട്ട് അത് പഠിക്കുന്ന കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലോഹ്യമാവില്ല. അതിന് അവരെന്തോ അതിൻ്റെ പശ്ചാത്തലം പൂർണ്ണമാകുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഇതുപോലെ ദിവസങ്ങളോളം പീഡിപ്പിച്ചതിൻ്റെ പിന്നിൽ ആ പീഡനമേറ്റതിൻ്റെ എല്ലാം മുറിവുകളും കാര്യങ്ങളും തെളിവുകളെല്ലാം വന്നു. അതിൻ്റെ പേരിൽ സിദ്ധാർത്ഥനെ കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണോ, അത് സിദ്ധാർത്ഥൻ അതിൽ കൊണ്ട് നാണക്കേട് കൊണ്ടും ഇനി ജീവിക്കേണ്ടെന്ന് കണ്ട്
ആത്മഹത്യ ചെയ്താലും പ്രേരണ കുറ്റമുണ്ട്, മനഃപൂർവ്വമല്ലാത്ത. ജോമനെ നിങ്ങൾ അഭയ കേസുമായിട്ട് ഒരുപാട് നടന്നതാണ്. ഈ CBI ഒക്കെ എത്രയോ തവണ ഇത് ആത്മഹത്യ എന്ന് പറഞ്ഞു വിട്ടു. അതായത് അപ്പോൾ ഈ CBI വിട്ടത് കൊണ്ട് നിങ്ങൾ അതിന് മാത്രം സ്ട്രെങ്ത് ഉണ്ടോ? അല്ല, CBIക്ക് ഉദ്യോഗസ്ഥർ തീരെ കുറവാണ്, അത് വേറെ കാര്യം. അവരൊരു SIO CEO തെക്ക് കൊടുക്കും. ഏറ്റവും വലിയ കേസുകൾ വെറും CA ഇൻസ്പെക്ടർ എന്ന് പറയും അവരുടെ. വെറും ഇൻസ്പെക്ടറാണ് അന്വേഷിക്കുന്നത്. അവരെല്ലാം ചുമ്മാ ഒന്ന് കാണിച്ചു പോകും. എൻ്റെ പുസ്തകം സത്യത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം വക്കീലിൽ നിന്ന് അവരുടെ പുസ്തകം വായിച്ച CBI അന്വേഷിക്കുവാൻ ആരും ആവശ്യപ്പെടുക. നോർത്തി അത് അതിന് മനസ്സിലായി. CBI അപ്പം ഇതിൽ CBIക്ക് വിടുന്നതിൽ ഞാൻ പോലും എതിർക്കാത്തത് അത് ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്നതിനോട് യോജിക്കുന്നതിൻ്റെ കാരണം ഇത് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന SFIക്കാരും CPMമായി ബന്ധപ്പെട്ടവർ എല്ലാം ആയതുകൊണ്ട്, പോലീസെല്ലാം അവർക്ക് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് CBI വന്നാൽ സംസ്ഥാന പോലീസ് സ്വാധീനത്തിന് വഴങ്ങുന്ന താല്പര്യമുള്ള ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട കേസുകൾ CBIക്ക് വിട്ടാൽ അവർക്ക് അതിനകത്ത്, അപ്പം കേന്ദ്ര സർക്കാരിന് ഇൻട്രസ്റ്റ് ഉള്ള പ്രതിക്കൂട്ട് നിൽക്കുന്ന കേസ് CBIക്ക് വിട്ടാൽ അതവിടെയും അവിടെയും ഇതുപോലെ തന്നെ സംഭവിക്കും. CBIയോ പോലീസോ ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ എല്ലാം സ്വാധീനത്തിന് വഴങ്ങുന്നവരൊക്കെ തന്നെയാണ്. അതിന് സംശയമൊന്നും വേണ്ട. അത് നമ്മൾ ഫൈറ്റ് ചെയ്താലേ സത്യം കണ്ടെത്താൻ പറ്റുമോ. അപ്പോൾ അന്വേഷണം അവസാനിപ്പിച്ചാൽ അതിൻ്റെ പുറകെ നമ്മൾ നിൽക്കണം, അത്രയും. അതാണ്. അല്ല, നിങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞേ, എത്ര തവണ CBI നിങ്ങളുടെ കേസ്? അല്ല, എൻ്റെ കേസ് എന്ന് പറയുന്നത് 93 മാർച്ച് 29 CBIക്ക് വിടുന്നത്. 92 മാർച്ച് 27 അഭയ കൊല്ലപ്പെടുന്നത്. 17 ദിവസം ലോക്കൽ പോലീസും 9 മാസം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാണ് CBIക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിട്ടു. അത് 16 വർഷത്തിനിടയിൽ, അതായത് 2008 നവംബർ 18 2 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. 16 വർഷത്തിനിടെ 3 പ്രാവശ്യം അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട്. കൊലപാതകമാണ് സാധനമൊക്കെ പലരും തെറ്റിദ്ധാരണയുണ്ട്. 3 പ്രാവശ്യം കൊടുക്കുമ്പോഴും ആത്മഹത്യ എന്ന് പറയുന്നത് കൊലപാതകമാണ്. പക്ഷേ പ്രതിയെ പിടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ട് കഴിയുന്നു. അത് സ്വാധീനത്തിന് വഴങ്ങുക. 3 പ്രാവശ്യവും എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. അന്ന് ഈ കേരളത്തിൽ ഒറ്റ CBI കോടതിയുള്ളൂ എറണാകുളത്ത്. അപ്പോൾ അവിടെ അതിൻ്റെ കീഴിൽ തന്നെയാണ് CJ കോടതി വരുന്നത്, എറണാകുളം CJ കോടതി. അപ്പോൾ തുടരന്വേഷണത്തിന് ഓർഡർ ഇട്ടിരുന്നു. അങ്ങനെയാണ് 2000. അപ്പോൾ അത് അന്വേഷിക്കുവാനൊരു എല്ലാ തെളിവുകളും ഉണ്ട്, നാർക്കോ ഇതെല്ലാം വന്ന് എങ്കിലും ധൈര്യം പലർക്കും ഇല്ലാതെ ഇങ്ങനെ പോയി, സ്വാധീനത്തിന് വഴങ്ങി. അവൻ 2008 അതിനുശേഷം കുറ്റപത്രം കൊടുത്തു. പിന്നീട് നീണ്ടുപോയി എല്ലാം. ഇപ്പോൾ തന്നെ ഓരോന്ന് ഏറ്റവും പറയുക വിചാരണ കൂടാതെ സാധനമൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ജോസ് പൂത്തർക്കേനെ വിചാരണ കൂടാതെ CBI കോടതി വിട്ടു. അപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. CBI ഇതുപോലെ പരാതി കൊടുത്തു. അവർ ഫയൽ ചെയ്യാതിരുന്നപ്പോൾ ഞാൻ ഫയൽ ചെയ്തപ്പോൾ എൻ്റെ കേസിൽ മേൽ CBI അന്ന് നിലപാടെന്നാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഡയറക്ഷൻ കിട്ടിയിട്ടില്ലെന്ന് CBIയുടെ വക്കീൽ പറയും, ഹൈക്കോടതിയിലെ സ്റ്റാൻഡ്. അപ്പോൾ എൻ്റെ കേസിൽ ജസ്റ്റിസ് സുനിൽ തോമസ് പറയാണ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് CBI. CBI അപ്പീൽ ഫയൽ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ CBI ഫയൽ ചെയ്യേണ്ടത്, അതാണ് പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ തള്ളുന്നു എന്ന് പറയും. ജസ്റ്റിസ് സുനിൽ തോമസ് അല്ലല്ല അടുത്തോട്ടും അതെ. എന്നിട്ട് ടെക്നിക്കാലിറ്റി പറയുമോ. അപ്പോൾ എൻ്റെ തള്ളിക്കഴിഞ്ഞപ്പം തള്ളുന്നതിന് മുമ്പ് തന്നെ ഇപ്പുറത്ത് വാദം പൂർത്തിയാക്കി സുനിൽ തോമസിൻ്റെ അവിടെ ഇരിക്കുമ്പോഴാണ് CBI കൊണ്ടുവന്ന് ഫയൽ ചെയ്യുക. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ക്രിമിനൽ MC അപ്പീൽ ഫയൽ ചെയ്യുന്നത് വരുമ്പം അലക്സാണ്ടർ തോമസാണ്. അലക്സാണ്ടർ തോമസിൻ്റെ അവിടെ വന്നപ്പം ഒരുപാട് ഡിലേ കണ്ടോൺ ചെയ്യണം. അവിടെ അലക്സാണ്ടർ തോമസിൻ്റെ അവിടെ പ്രതികൾ ഈ പറയുന്ന ജോ പുതുർക്കയുടെ വക്കീൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ സുനിൽ തോമസിൻ്റെ അവിടെ ഇതേ കേസിൽ തള്ളി ജോമോൻ പുത്തമ്പരക്കലുണ്ട്. അപ്പം ആ ജഡ്ജ്മെൻ്റ് എടുത്ത് കൊടുത്തു. അപ്പം CBIയുടെ കേസ് ചുരുക്കത്തിൽ പറഞ്ഞാൽ CBIയുടെ കേസ് എൻ്റെ കേസ് തള്ളാൻ കാരണം CBI അപ്പീൽ ഫയൽ ചെയ്യാത്തതുകൊണ്ട്. CBI അപ്പീൽ ഫയൽ ചെയ്തപ്പോൾ ജോമോൻ പുത്തമ്പരക്കൽ തള്ളു എന്ന് രണ്ടും 2 ജഡ്ജിമാർ ഒരേ ബെഞ്ചിലല്ലേ. പിറ്റു മുമ്പ് സഞ്ജീവ് ഖന്നയുടെ അവിടെ പോയി മെൻഷൻ ചെയ്യാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്തുകൊണ്ട് പറഞ്ഞു? ആരാ? കെജ്രിവാളിൻ്റെ കേസ്, കവിതയുടെ കേസ് ഒരേ കേസല്ലേ. അപ്പോൾ ഇവിടെ അത് ചെയ്യേണ്ടതല്ലേ. ഞാൻ ഇവിടെ പറഞ്ഞതാണ്, എവിടെയാണ് രജിസ്ട്രാറെ ജുഡീഷ്യൽ രജിസ്ട്രാർ എൻ്റെ പുസ്തകത്തിലുണ്ട്, ഇത് ആ കോടതി വിടല്ലേ, സുനിൽ തോമസിൻ്റെ അവിടെ ജഡ്ജിൻ്റെ അവിടെ വിടണമെന്ന് പറഞ്ഞു. അന്നേരം അയാൾ ചെയ്തില്ല. അത് ഞാൻ പറയുന്നുണ്ടല്ലോ, അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് രജിസ്ട്രാർക്ക് വന്നത്. അപ്പം പൂത്തർക്കയുടെ അപ്പീൽ ഫയൽ ചെയ്തപ്പോൾ നിലവിൽ ഇങ്ങനൊരു അപ്പീൽ ഫയൽ ചെയ്ത് പെൻഡിങ് കിടപ്പുണ്ടെന്ന് RG കാണിച്ചേയില്ല. അപ്പം പ്രതിയെ സഹായിക്കാനാണ് ചെയ്തത്. അപ്പം ഇവരെല്ലാം അങ്ങോട്ട് അഡ്ജസ്റ്റ്മെൻ്റാണ്, ടെക്നിക്കലായിട്ട് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ. അല്ല, അപ്പോൾ CS സിദ്ധാർത്ഥൻ്റെ ഈ പാവപ്പെട്ട പിതാവ് എങ്ങനെ പോയി നീതി നേടും CBI വഴി? അപ്പോൾ അവർക്ക് പ്രതികൾക്ക് CBIയുടെ മേലെ സ്വാധീനമില്ലെങ്കിൽ സിദ്ധാർത്ഥൻ്റെ അച്ഛന് നീതി കിട്ടും, സ്വാധീനം ഉണ്ടെങ്കിൽ നീതി കിട്ടിയില്ല. അതാണ് CBI എന്നുള്ളത്. എങ്കിൽ പോലും കേരള പോലീസ് അന്വേഷണം അത് ഭേദം എന്ന് പറയാം.
അതാണ് പറ്റുന്നത്. എന്തായാലും അട്ടിമറി നടക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ഇങ്ങോട്ട് നീട്ടു പോകുന്നതൊക്കെ അട്ടിമറിയുടെ ഭാഗമാണല്ലോ. ആ അട്ടിമറിയെല്ലാം നടക്കും. ഇതേപോലെ തന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. സാഹചര്യം പരിചയമുള്ള ആളില്ല, അതുകൊണ്ട് പേടിക്കണ്ട. ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൽ കേരള ഹൈക്കോടതി 2 പേരെയാണ് സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് CBIയുടെ വെച്ചിരിക്കുന്നത്. ഒരു മറ്റേ സാമ്പത്തിക കേസ് കേൾക്കുന്ന സ്റ്റാൻഡിംഗ് കൗൺസിലായി വെച്ച ആൾക്ക് സാമ്പത്തിക കേസ് പറയത്തില്ല, ക്രിമിനൽ കേസ് പറയത്തില്ല. അഭയക്കേസിൽ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് 3 പ്രാവശ്യം അന്വേഷണം അവസാനിപ്പിക്കാൻ CJM കോടതിയിൽ വാദിച്ച് തോറ്റ ആളാണ് KP സതീശൻ. അയാളാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ പരാതി മേൽ അന്നത്തെ CBI അന്നത്തെ ഡയറക്ടർ വിജയശങ്കർ ഇമ്മീഡിയറ്റായിട്ട് ഈ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് മാറ്റിയ ആളാണ്. ഇപ്പം പുള്ളി ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ശ്രീലാൽ വാരിൽ എന്ന് പറഞ്ഞ ആളാണ് സാമ്പത്തിക കേസ് അന്വേഷിക്കാൻ. അയാളെനിക്ക് പുള്ളിക്ക് ക്രിമിനൽ കേസ് എന്നാന്ന് പോലും അറിയത്തില്ല. ഞാൻ ചെന്നപ്പോൾ എന്നോട് പറയാണ് അത് അപ്പീൽ കൊടുക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളല്ല തീരുമാനിക്കുന്നു, അപ്പീൽ കൊടുക്കണ്ടേ? എന്നിട്ടാണ് CBI ഡയറക്ടർക്ക് ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി ഓഫീസ്. അപ്പോൾ ഇയാളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? ഒരു 30 വർഷക്കാലം നിയമപോരാട്ടം നടത്തിയ, അല്ലെങ്കിൽ 32 വർഷം നിയമപോരാട്ടം നടത്തിയ ആ കേസിൻ്റെ അവിടെ ഞാനിങ്ങനെ പരാതി പ്രൈം മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, കോപ്പി നേരിട്ട് കണ്ടു കൊടുത്തവൻ പുച്ഛത്തിൽ പ്രതികൾക്ക് വേണ്ടി നിൽക്കുന്നവനൊക്കെ വർത്തമാനം പറയുന്ന ഈ ശ്രീലാൽ വാര്യനെ പോലെയുള്ളവന് ഹൈക്കോടതി കേസ് നടത്തിയാൽ, ഇപ്പോൾ EDയുടെ കേസൊക്കെ അവിടെ കണ്ടല്ലോ, ഓരോരുത്തർക്കും നോട്ടീസ് കൊടുക്കുമ്പോൾ EDക്ക് വേണ്ടി ഇവരെ പോലുള്ളവരെല്ലാം ഹാജരാകുന്നു. ഇപ്പോൾ അഭയ കേസിൽ അപ്പീൽ ഫയൽ വരുമ്പോൾ തെലങ്കാനയിൽ നിന്നൊരു വക്കീൽ വന്ന മലയാളം അറിയാൻ മേലാതെ കേസും അറിയാൻ മേലാത്തവൻ വാദിച്ചിട്ടാണ്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഹൈക്കോടതിയിൽ 2 പേരെ BJP സർക്കാർ കേന്ദ്ര സർക്കാർ വെച്ചിട്ടുള്ളത്. BJP സർക്കാർ ഇൻട്രസ്റ്റ് ഉള്ളവരല്ല ഈ 2 പേരും. അത് ഉദ്യോഗസ്ഥന്മാരെ CBIയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ടെന്ന് വെച്ചപ്പോൾ ഇതിപ്പോൾ അവരറിയുന്നില്ല. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പുറകെ പരാതിയായിട്ട് ഞാൻ പോയി മടുത്തു. ഇതിപ്പം പരാതി കൊടുത്തിട്ടില്ല. ഞാൻ പറയാനെന്ന് ഇപ്പോൾ എത്ര പേർക്കറിയാം? ഹൈക്കോടതിയിൽ കേസ് CBIയുടെ വന്നാൽ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാൻ മേലെ അവിടെ മറുപടി പറയും. അവർ CBIയുടെ താല്പര്യം കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യമല്ല, അവർക്ക് പലരുമായിട്ടുള്ള താല്പര്യം വെച്ച് നിയമാനുസരണമൊന്നുമല്ല തോന്നിയ ദിവസം. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരെല്ലാം പറയണമല്ലോ CBIക്ക് വിടണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. CBI പ്രോസിക്യൂട്ടർ വലിയ അഭിപ്രായമൊന്നും പറയണ്ട, അത് ഞങ്ങൾ നിങ്ങളുടെ അനുമതിയൊന്നും വേണ്ട CBIക്ക് വിടാൻ. അപ്പോൾ ഇച്ചിരി മുമ്പ് പറഞ്ഞതിലൊരു പോയിൻ്റുണ്ട്. സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യുമ്പോൾ മാത്രമാണ് വിജ്ഞാപനം ഇറക്കേണ്ടത്. ഹൈക്കോടതി ഉത്തരവിട്ടാൽ ഈ വിജ്ഞാനത്തിന് പ്രശ്നമേ ഇല്ല. അപ്പം തന്നെ CBI അന്വേഷണം ആരംഭിക്കും. അതാണ് അത് ആരും ചർച്ച ചെയ്യില്ല. കഴിഞ്ഞ ദിവസത്തെ ചർച്ചക്കാരും പറഞ്ഞില്ല. സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ, ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്ക് CBI അന്വേഷണത്തിന് അധികാരമുള്ളൂ. CBI കോടതിക്ക് പോലും CBI അന്വേഷണത്തിന് ഓർഡറിന് അധികാരമില്ല. അപ്പം സർക്കാർ അതുകൊണ്ടാണ് വിജ്ഞാപനത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ വരുന്നത്. മറ്റേ വിജ്ഞാപനം പ്രശ്നമേ ഇല്ല, അപ്പം തന്നെ അന്വേഷണം ആരംഭിക്കും. അപ്പോൾ എന്തായാലും സിദ്ധാർത്ഥിൻ്റെ പിതാവിൻ്റെ പോരാട്ടം വിജയിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അത് തന്നെ അതിൽ നീതി കിട്ടേണ്ടതാണ്. ഇപ്പോൾ ഇവരെല്ലാം എന്നിട്ട് ഈ പീഡിപ്പിച്ചവരെല്ലാം എന്തെല്ലാം സിദ്ധാർത്ഥനെതിരെ പരാതി പോലും കെട്ടിച്ചാച്ചുണ്ടാക്കി ഇതൊന്നും പിടിക്കാൻ പോകുന്നില്ലെന്നൊരു തെറ്റിദ്ധാരണയാണ്. അവിടെ ഒരു എന്നാ പറയണ സമാന്തര സർക്കാരും സമാന്തര പോലീസും എല്ലാം ആയിട്ടങ്ങ് മാറിക്കൊണ്ടിരിക്കും. സദാചാര പോലീസ് കളിയും. സിദ്ധാർത്ഥന്റെ പിതാവിനെ കണ്ടൊന്ന് സഹായിക്കാൻ പറ്റായിരുന്നോ? അല്ല, അദ്ദേഹത്തിന് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം അദ്ദേഹം നന്നായിട്ട് കാര്യങ്ങൾ പറയുന്നുള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയേണ്ടത്. അപ്പം തന്നെ പോയി ഞാൻ മുഖ്യമന്ത്രി കണ്ട് കൊടുക്കേണ്ടതാണല്ലോ എന്ന് പറയുമ്പോഴാണ് പുള്ളി കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. നിങ്ങൾ സഹായിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു ജോമോൻ.